പാകിസ്ഥാനിൽ ആർക്കും ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നീങ്ങുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ വാഹന വ്യൂഹം ജനക്കൂട്ടം വളഞ്ഞു. മകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വാഹനത്തിന് നേരെ കല്ലേറും വടികൊണ്ട് ആ വാഹനം തല്ലി തകർക്കാനും മറ്റുമൊക്കെ ശ്രമിച്ചിരുന്നു. ഈ വാഹനത്തിൽ പ്രസിഡന്റ് ഇല്ലായിരുന്നു. പ്രസിഡന്റിന്റെ മകളും MP-യുമായ ആസിഫ് ഭൂട്ടോയാണ് ഉണ്ടായിരുന്നത്. ജംഷാറോ ടോൾ പ്ലാസയിൽ കൂടി വാഹനം കടന്നു പോകുമ്പോഴായിരുന്നു ജനക്കൂട്ടം വാഹനം തടഞ്ഞത്. വടികളും കല്ലും ഉപയോഗിച്ച് വാഹനത്തിന് നേരെ കല്ലേറും ആക്രമണവും മറ്റും നടത്തുകയുണ്ടായി. അവിടെ ഒരു കനാൽ പദ്ധതിയുണ്ട്. ഈ കനാൽ പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രതിഷേധം നടക്കുകയായിരുന്നു. അവിടെ കൂടിയാണ് പ്രസിഡന്റിന്റെ മകളും MP-യുമായ ആസിഫ ഭൂട്ടോയുടെ വാഹനം വ്യൂഹം കടന്നുപോയത്. അവിടെയാണ് ജനക്കൂട്ടം വാഹനം വളഞ്ഞത്. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ പറയുന്ന പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന പ്രസിഡന്റ്, ആ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പരമോന്നതമായ പദവിയിലിരിക്കുന്ന പ്രസിഡന്റിന് പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും രക്ഷയില്ലാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നു. മുൻപ് ഭീകരരായിരുന്നു അവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും സൈന്യത്തിനെതിരെയും ഒക്കെ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളം.